മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് കേന്ദ്രം അനുവദിച്ച വായ്പ ചെലവഴിക്കുന്നതിൽ തിരക്കിട്ട നീക്കങ്ങൾക്കൊരുങ്ങി സംസ്ഥാന സർക്കാർ. നടത്തിപ്പ് വേഗത്തിലാക്കാൻ വകുപ്പ് തല സെക്രട്ടറിമാരുടെ യോഗം ഉടൻ വിളിക്കും. വിവരങ്ങൾ വിഷ്ണു കരുണാകരൻ നൽകും. വിഷ്ണു, എപ്പോഴായിരിക്കും ഈ യോഗം ഉണ്ടാവുക? അതേസമയം തന്നെ പലിശയില്ല വായ്പയാണ് നൽകുന്നത് എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. വിവരങ്ങൾ ഹരിത, ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് പുനരധിവാസത്തിന് കേന്ദ്ര സർക്കാർ തുക അനുവദിച്ചിരുന്നു. 529 കോടി രൂപയാണ് ചിലവഴിക്കുന്നതായി ആലോചിക്കാനായി സർക്കാർ ഇപ്പോൾ തയ്യാറാകുന്നത്. സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗം വിളിക്കും. ഇന്നോ അല്ലെങ്കിൽ തിങ്കളാഴ്ചയോ ആണ് യോഗം വിളിക്കാനുള്ള സാധ്യത. ഏതായാലും അതുമായി ബന്ധപ്പെട്ടുള്ള ആലോചനകൾ നടക്കുകയാണ്. ഏതായാലും സംസ്ഥാനം സമർപ്പിച്ച 16 പദ്ധതികൾക്ക് ചിലവഴിക്കാനാണ് കേന്ദ്ര സർക്കാർ ഈ പലിശരഹിത വായ്പയായി ഈ 529 കോടി രൂപ നൽകിയിട്ടുള്ളത്. ഏതായാലും തുക ചെലവഴിച്ച് മാർച്ച് 31-നകം തന്നെ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് ധനവകുപ്പ് കേന്ദ്ര സർക്കാരിന് കൈമാറണമെന്നുള്ളൊരു ആവശ്യം ധനവകുപ്പിന് പ്രതിസന്ധിയാണ്. അതായത് മാർച്ച് 31-ന് മുമ്പ് തന്നെ ഈ പണം ചെലവാക്കി കാണിക്കണം. അത് എന്തിന്റെ പേരിലാണെന്നുള്ള ഒരു യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കൂടി ഹാജരാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വളരെ വേഗത്തിൽ തന്നെ നടപ്പിലാക്കണം. റവന്യൂ, പൊതുമരാമത്ത്, തദ്ദേശ വകുപ്പ് സെക്രട്ടറിമാരും KCB ജല അതോറിറ്റി മേധാവികളും എല്ലാം ഈ ചർച്ചയിൽ പങ്കെടുക്കും. കേന്ദ്രം വായ്പ അനുവദിച്ച തുകയുടെ ഭരണ അനുമതി വിവിധ വകുപ്പുകളിൽ തന്നെ വൈകാതെ നൽകുന്നതാണ്. സാമ്പത്തിക വർഷം അവസാനിക്കുന്ന മുമ്പ് തന്നെ പണം ഉചിതമായി അടിസ്ഥാന സൗകര്യത്തിന് വികസനത്തിന് വേണ്ടി ചെലവഴിക്കാനാണ് സർക്കാരിന്റെയും ധനവകുപ്പിന്റെയും തീരുമാനം. ഏതായാലും ഇത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. ഇനി 1.5 മാസം മാത്രമാണ് ബാക്കിയുള്ളത്. അതിനുള്ളിൽ തന്നെ കേന്ദ്ര സർക്കാരിന് ഈ പണം ചെലവഴിച്ചു എന്നുള്ളതിന് തെളിവ് ഹാജരാക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ അത് വൈകിക്കാതെ തന്നെ നടത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ അത് പിന്നീട് മറ്റ് സങ്കീർണമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടക്കും. ഈ 529 കോടി രൂപ പുനരധിവാസത്തിനായി തന്നെ ചെലവഴിക്കേണ്ടതുണ്ട്. അത് ഏതൊക്കെ വകുപ്പുകളിലായി വീതിച്ച് നൽകണമെന്നുള്ളൊരു ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അത് കൃത്യമായി ഇന്നല്ലെങ്കിൽ തിങ്കളാഴ്ച ചേരുന്ന യോഗത്തിൽ അത് മനസ്സിലാക്കാൻ സാധിക്കും. അതിനുശേഷം വകുപ്പ് മേധാവികളോടും സെക്രട്ടറിമാരോടും ഇക്കാര്യങ്ങൾ കൃത്യമായി ആലോചിച്ച് തീരുമാനമെടുക്കും. ഏതായാലും ഈ വയനാട് മുണ്ടക്കൈ ചുരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള പുനരധിവാസ പ്രവർത്തനം വളരെ വേഗത്തിൽ തുടങ്ങാൻ ഇത് അനിവാര്യമാണ്. അത് വളരെ വൈകാതെ തന്നെ നടപ്പിലാക്കുമെന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് കടക്കാൻ പോകുന്നത്. ഹരിത. വിഷ്ണു, അതേസമയം തന്നെ ഈ 16 പദ്ധതികൾക്കാണ് ഇപ്പോൾ നിലവിൽ വായ്പ അനുവദിക്കുന്നത് എന്ന് പറയുകയുണ്ടായി. എങ്ങനെയായിരിക്കും ജനങ്ങൾ ഇത് ഉപയോഗിക്കുക? ഏത് രീതിയിലായിരിക്കും ജനങ്ങൾക്ക് ഇത് ലഭ്യമാകുക എന്നുള്ള വിവരങ്ങൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ? ഹരിത, ഈ 16 ആവശ്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ KSEBയുടെ വകുപ്പുമായി ബന്ധപ്പെട്ട് വരും. വൈദ്യുതി നടത്തുന്നത്, പൊതുമരാമത്ത്, റോഡ് നിർമ്മാണം, അതോടൊപ്പം തന്നെ ടൗൺഷിപ്പ് നിർമ്മാണത്തിനുള്ളിലെ കാര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, അതായത് സ്കൂൾ, ആശുപത്രി പോലെയുള്ള സൗകര്യങ്ങൾ, വീടുകൾ നിർമ്മിച്ചു നൽകുന്നത്, ഇതുമായി ബന്ധപ്പെട്ട നിരവധി ആവശ്യങ്ങളാണുള്ളത്. അതുമായി ബന്ധപ്പെട്ട 16 ആവശ്യങ്ങളാണ് സർക്കാർ ഹാജരാക്കിയിട്ടുള്ളത്. അതിനെ ബന്ധപ്പെടുത്തിയാണ് 529 കോടി രൂപ ഇപ്പോൾ കേന്ദ്ര സർക്കാർ പലിശരഹിത വായ്പയായി നൽകിയത്. അതായത് അത് ചെലവഴിച്ചു തുടങ്ങണം. അതായത് ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഈ തുക ചെലവഴിക്കുമ്പോൾ ഈ തുക തന്നെ ആദ്യം കൃത്യമായി ചെലവഴിക്കേണ്ടതുണ്ട്. അതിന് പുറമെയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് ലഭിച്ച പണം കൂടി ചെലവാക്കേണ്ടത്. ഏതായാലും ഈ ടൗൺഷിപ്പ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വളരെ വേഗത്തിൽ തന്നെ നടപ്പിലാക്കുമെന്ന് സർക്കാർ ഇത് നേരത്തെ അറിയിച്ചതാണ്. സർക്കാർ കേന്ദ്രം പിന്തുണ നൽകിയില്ലെങ്കിൽ പോലും സർക്കാർ സ്വന്തം നിലയ്ക്ക് അത് ചെയ്യുമെന്ന് അറിയിച്ചിരുന്നു. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ കേന്ദ്രം അനുവദിച്ച ഈ ഒരു വായ്പാ തുക കൂടി ചെലവഴിക്കേണ്ടത്. ഏതായാലും അത് പുനരധിവാസ പ്രവർത്തനത്തിനൊപ്പം ചേർത്ത് ചെലവഴിക്കേണ്ടതാണ്. വളരെ വൈകാതെ തന്നെ അത് ഉണ്ടാകും. ഉടൻ തന്നെ പുനരധിവാസ പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത് കൃത്യമായൊരു തീരുമാനമെടുത്ത് ഓരോ വകുപ്പുകളുമായി വീതിച്ച് ഈ തുക നൽകിക്കൊണ്ട് വളരെ വേഗത്തിൽ തന്നെ അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ആരംഭം കുറിക്കേണ്ടതുണ്ട്. അതിലാണ് ഇപ്പോൾ വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് പുനരധിവാസ പ്രവർത്തനം നടത്തി വരുന്നത്. ഏതായാലും കൃത്യമായി പല അടിസ്ഥാന സൗകര്യങ്ങളും വികസനങ്ങളും കൊണ്ടുവരാനുള്ള ഒരു തയ്യാറെടുപ്പിൽ തന്നെയാണ്. അത് ഉടനെ തന്നെ ഉണ്ടാകും. 1.5 മാസത്തിനുള്ളിൽ തന്നെ വേണം എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. കേന്ദ്ര സർക്കാരിന് അതിനുള്ള തെളിവ് ഹാജരാക്കേണ്ടി വരും. യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് നൽകേണ്ടത് വളരെ അത്യാവശ്യമാണ്. ധനവകുപ്പിന് ഇത് വലിയൊരു സങ്കീർണമായ ഒരു പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അത് ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇന്നല്ലെങ്കിൽ തിങ്കളാഴ്ച ചേരുന്നത്.